HTML എന്താണെന്ന് നോക്കാം. ഇതിൻ്റെ പൂർണ്ണരൂപം ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്നാണ്. ഇത് ഡെവലപ്പ് ചെയ്തത് ടിം ബേർണസ്-ലീ എന്ന ആളാണ് HTML ഡെവലപ്പ് ചെയ്തത്. നമ്മൾ എന്തിനാണ് HTML പേജസ് ഉപയോഗിക്കുന്നത്? ശരിക്കും ഇന്നത്തെ കാലത്ത് ഇൻ്റർനെറ്റ് ഉപയോഗിക്കാത്ത ആരുമില്ല. അപ്പോൾ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുമ്പോൾ ഇൻ്റർനെറ്റിൽ കാണുന്ന എല്ലാ പേജുകളും നമ്മൾ HTML പേജസ് ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ HTML പേജസ് കാണണമെങ്കിൽ മിനിമം ഒരു ബ്രൗസർ ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ ഇൻ്റർനെറ്റിൽ കാണുന്ന എല്ലാ പേജുകളും HTML പേജസ് ആണ്. അപ്പോൾ ആ HTML പേജസ് കാണാനായിട്ട് നമുക്കൊരു വെബ് ബ്രൗസറും ഉണ്ടായിരിക്കണം. നമ്മൾ സാധാരണ വെബ് പേജ് കാണുമ്പോൾ നമുക്ക് അറിയാം, പ്രധാനമായും 2 തരത്തിലുള്ള വെബ് പേജുകളാണ് കാണുന്നത്. ഒരു തരത്തിലുള്ള വെബ് പേജുകളെ നമ്മൾ സ്റ്റാറ്റിക് പേജ് എന്നും സ്റ്റാറ്റിക് വെബ് പേജ് എന്നും മറ്റു തരത്തിലുള്ള വെബ് പേജുകളെ നമ്മൾ ഡൈനാമിക് വെബ് പേജ് എന്നും പറയും. എന്താണ് സ്റ്റാറ്റിക് വെബ് പേജ്, എന്താണ് ഡൈനാമിക് വെബ് പേജ്? സാധാരണ നമ്മളൊരു ഇൻ്റർനെറ്റ് സൈറ്റ് എടുക്കുമ്പോൾ ആ പേജിൻ്റെ കണ്ടൻറ്റിൽ നമ്മുടെ ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ള ആരെടുത്ത് നോക്കിയാലും ഒരേ കണ്ടൻ്റാണ് കാണുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ സ്റ്റാറ്റിക് വെബ് പേജ് എന്ന് പറയുന്നത്. ഇനി ആ പേജിൻ്റെ കണ്ടൻറ്റ് മാറ്റണമെങ്കിൽ നമ്മൾ ഈ സ്റ്റാറ്റിക് വെബ് പേജിൻ്റെ കോഡ് മാറ്റി എഴുതിയെങ്കിൽ മാത്രമേ ആ പേജിൽ വ്യത്യാസം വരൂ. അതേസമയം ഡൈനാമിക് വെബ് പേജ് എന്ന് പറയുമ്പോൾ ഡൈനാമിക് വെബ് പേജിൻ്റെ കണ്ടൻറ്റ് നമ്മൾ യൂസർ കൊടുക്കുന്ന ഇൻപുട്ട് അനുസരിച്ച് ആ പേജിൻ്റെ കണ്ടൻറ്റ് വ്യത്യാസം വരും. അപ്പം നമുക്കിതൊരു റിയൽ ടൈം എക്സാമ്പിളിലൂടെ മനസ്സിലാക്കാം. നമ്മൾ ഈ കാണുന്നത് VHSCയുടെ വെബ്സൈറ്റാണ്. നമ്മൾ ഈ കാണുന്നത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വെബ്സൈറ്റാണ്. www.vhsc.kerala.gov.in എന്ന ഈ സൈറ്റ്. ഇത് ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് നിന്ന് നമ്മൾ ആര് നോക്കിയാലും ഇതേ പേജ് തന്നെ ആയിരിക്കും നമ്മൾ കാണുന്നത്. നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും ഇതിനകത്തുണ്ട്. നമ്മൾ ഇതിൽ ഇപ്പോൾ നാഷണൽ സർവീസ് സ്കീം, നമ്മൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നാഷണൽ സർവീസ് സ്കീമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ ഡീറ്റെയിൽസും നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ഒരു സ്റ്റാറ്റിക് പേജ് എന്ന് പറഞ്ഞാൽ. യാതൊരു വ്യത്യാസവും ഇല്ല. ഏത് യൂസർ എടുത്ത് നോക്കിയാലും ഒരേപോലത്തെ പേജുകളായിരിക്കും നമ്മൾ കാണുന്നത്. അതേസമയം നമ്മൾ SSLCയുടെ റിസൾട്ട് നോക്കുന്നു, അല്ലെങ്കിൽ VHSCയുടെ റിസൾട്ട് നോക്കുന്നു. നമുക്ക് ആ ഒരു സൈറ്റ് എടുക്കാം. SLCയുടെ റിസൾട്ട് നോക്കുന്നു. റിസൾട്ട് നോക്കുന്ന സൈറ്റ് എത്തുമ്പോൾ നമ്മൾ രജിസ്റ്റർ നമ്പർ, എനിക്ക് പരിചയമുള്ള ഒരു രജിസ്റ്റർ നമ്പർ ഞാൻ കൊടുക്കുന്നു. റിസൾട്ട് നമ്മൾ എടുക്കുന്നു. അപ്പോൾ റിസൾട്ട് എടുക്കുമ്പോൾ ഈ വരുന്ന റിസൾട്ട്, ഇതിപ്പോൾ ഒരാളുടെ റിസൾട്ടാണ് നമ്മൾ കാണുന്നത്. ആ റിസൾട്ട് ഇനി മറ്റൊരാളുടെ റിസൾട്ട് നമുക്ക് എടുക്കണമെങ്കിൽ നമ്മൾ ചെക്ക് അനദർ റിസൾട്ട് എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് മറ്റൊരാളുടെ രജിസ്റ്റർ നമ്പർ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഓരോ ആൾക്കാർ കൊടുക്കുന്ന ഇൻപുട്ട് അനുസരിച്ച് നമുക്ക് വരുന്ന പേജുകൾ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് അനുസരിച്ച് നമുക്ക് കിട്ടുന്ന പേജുകൾ മാറുന്നുവെങ്കിൽ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഡൈനാമിക് പേജ് എന്ന് പറയുന്നത്. അതേസമയം പേജുകൾ എപ്പോഴും എല്ലാ യൂസേഴ്സിനും ഒരേ പേജുകൾ തന്നെയാണ് കാണിക്കുന്നതെങ്കിൽ അതിനെയാണ് സ്റ്റാറ്റിക് പേജ് എന്ന് പറയുന്നത്. ഈ ഡൈനാമിക് പേജ് നമ്മൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ വരും ക്ലാസ്സുകളിൽ പഠിക്കും. PHP, ASP തുടങ്ങിയ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഡൈനാമിക് പേജ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കും. സോ ഇതാണ് സ്റ്റാറ്റിക് പേജും ഡൈനാമിക് വെബ് പേജും. നമ്മൾ എന്താണ് സ്റ്റാറ്റിക് പേജ്, എന്താണ് ഡൈനാമിക് പേജ് എന്ന് നമ്മൾ കണ്ടു. അടുത്തതായിട്ട് എങ്ങനെയാണ് നമുക്ക് HTML പേജസ് ക്രിയേറ്റ് ചെയ്യുന്നത്, HTML പേജസിൻ്റെ കണ്ടൻറ്റ് എന്താണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് HTML പേജ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് കുറേ HTML ടാഗുകൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ എന്താണ് HTML ടാഗ് എന്ന് പറഞ്ഞാൽ? HTML ടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ 2 സിമ്പിൾസ്, ഒരു ലെസ് ദാൻ സിമ്പിളും ഒരു ഗ്രേറ്റർ ദാൻ സിമ്പിളും, ഈ സിമ്പിൾ ഉപയോഗിച്ച് ചില ടാഗുകൾ നമ്മൾ ഇതിനകത്ത് എഴുതുന്നു. ഈ എഴുതുന്നതിനെയാണ് നമ്മൾ HTML ടാഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണം, നമ്മളൊരു HTML പേജ് എഴുതി തുടങ്ങുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഇതുപോലൊരു HTML എന്നെഴുതിയ ഒരു ടാഗായിരിക്കും ഉപയോഗിക്കുന്നത്.
അപ്പോൾ ലെസ് ദാൻ സിമ്പലും ഗ്രേറ്റർ ദാൻ സിമ്പലും ഉള്ള ഇതുപോലുള്ള ടാഗുകളായിരിക്കും നമ്മൾ HTML പേജ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുമ്പോൾ ഉപയോഗിക്കുന്നത്. ഇങ്ങനെയുള്ളതിനെയാണ് ഇത്രയും ഭാഗത്തിനെയാണ് നമ്മൾ HTML ടാഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു HTML പേജ് ആരംഭിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു HTML പേജ് നമ്മൾ എഴുതി തുടങ്ങുമ്പോൾ ആദ്യം എഴുതുന്ന ടാഗ് എന്ന് പറയുന്നത് HTML എന്ന് പറയുന്ന ഈ ടാഗ് തന്നെയാണ്. ഇനി ഒരു ടാഗ് നമ്മൾ എഴുതി കഴിഞ്ഞാൽ അതിനൊരു ക്ലോസിംഗ് ടാഗ് ഉണ്ടാവും. ക്ലോസിംഗ് ടാഗ് എന്ന് വെച്ചാൽ ആ ടാഗ് തീരുന്ന സ്ഥലത്ത് നമ്മൾ അതേ ടാഗിൻ്റെ പേരും എല്ലാം അതുപോലെ തന്നെയാണ്. ഒരേ ഒരു വ്യത്യാസം ഇതുപോലൊരു സ്ലാഷും കൂടി ഉണ്ടാവും. ഈ സ്ലാഷ് ഉള്ളതിനെയാണ് നമ്മൾ ക്ലോസിംഗ് ടാഗ് എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് വേറെ ടാഗുകൾ നോക്കാം. ഇത് BR എന്ന് പറയുന്ന ടാഗാണ്. അടുത്തത് HR എന്ന് പറയുന്ന ടാഗാണ്. ഈ ഓരോ ടാഗിനും ഓരോ സെപ്പറേറ്റ് ഉപയോഗങ്ങളുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം HTML എന്ന് പറയുന്ന ടാഗാണ്, BR എന്ന് പറയുന്ന ടാഗാണ്, HR എന്ന് പറയുന്ന ടാഗാണ്. ഈ ടാഗുകൾക്കെല്ലാം ഒരു പ്രത്യേകതയുണ്ട്. HTML എന്ന് പറയുന്ന ഈ ടാഗിന് ഓപ്പണിംഗ് ടാഗുമുണ്ട്, ക്ലോസിംഗ് ടാഗുമുണ്ട്. അതേസമയം BR എന്ന് പറയുന്ന ടാഗിനോ HR എന്ന് പറയുന്ന ടാഗിനോ ക്ലോസിംഗ് ടാഗ് എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെയുള്ള ടാഗുകളെ നമ്മളൊരു പ്രത്യേക പേര് വിളിക്കും. ക്ലോസിംഗ് ടാഗ് ഉള്ള ടാഗുകളെ നമ്മൾ കണ്ടെയ്നർ ടാഗ് എന്ന് പറയും. അതേസമയം ക്ലോസിംഗ് ടാഗ് ഇല്ലാത്ത ടാഗുകളെ നമ്മൾ എംപ്റ്റി ടാഗ് എന്ന് വിളിക്കും. അപ്പോൾ ചുരുക്കം നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. HTML ടാഗുകൾ ഇതുപോലുള്ള ബ്രാക്കറ്റുകളിൽ ഇതുപോലുള്ള ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ സിമ്പലുകൾക്കുള്ളിലായിരിക്കും എഴുതുന്നത്. അങ്ങനെയുള്ള HTML ടാഗ് രണ്ട് രീതിയിലുണ്ട്, കണ്ടെയ്നർ ടാഗും എംപ്റ്റി ടാഗും. കണ്ടെയ്നർ ടാഗ് ആകുമ്പോൾ അതിനൊരു ക്ലോസിംഗ് ടാഗ് ഉണ്ടാവും, അതേസമയം എംപ്റ്റി ടാഗ് ആകുമ്പോൾ അതിന് ക്ലോസിംഗ് ടാഗ് ഉണ്ടാകില്ല. നമുക്ക് എങ്ങനെയാണ് ഒരു HTML പേജ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിൻ്റെ സിൻടാക്സ് എന്താണ്, അത് എങ്ങനെയാണ് അത് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. ആദ്യമായിട്ട് ഒരു HTML പേജ് തുടങ്ങുന്നത് HTML എന്ന ടാഗിലാണ്. അതുപോലെ തന്നെ ഒരു HTML പേജ് അവസാനിക്കുന്നതും HTML ടാഗിലാണ്. പക്ഷേ ആ ടാഗുകൾ തമ്മിലൊരു വ്യത്യാസം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇവിടെ സാധാരണ HTML ടാഗാണ് ഉപയോഗിക്കുന്നത്, പക്ഷേ ഇവിടെ നമ്മൾ ക്ലോസിംഗ് ടാഗ് ഉപയോഗിക്കുന്നു. സോ HTMLൻ്റെ ഓപ്പണിംഗ് ടാഗും HTMLൻ്റെ ക്ലോസിംഗ് ടാഗ്, അതായത് ബിഗിനിങ് ഓഫ് ആൻ HTML ഡോക്യുമെൻ്റ് ആണ് ശരിക്കും HTML ടാഗ് കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് ഹെഡ് എന്ന് പറയുന്ന ടാഗ് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്. ഹെഡ് എന്ന് പറയുന്ന ടാഗ് നമ്മൾ ഉപയോഗിക്കുന്നത് ആ ഡോക്യുമെൻറ്റിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ നമ്മൾ ഹെഡ് എന്ന് പറയുന്ന ടാഗിനകത്തായിരിക്കും എഴുതുന്നത്. അപ്പോൾ ഹെഡ് എന്ന് പറയുന്ന ടാഗിനകത്തായിരിക്കും ആ ഡോക്യുമെൻറ്റിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ നമ്മൾ എഴുതുന്നത്. ഇവിടെ ഈ പേജിനകത്ത് നമ്മളൊന്നും എഴുതിയിട്ടില്ല. അപ്പോൾ ദ ഇൻഫർമേഷൻ എബൌട്ട് ദ ഡോക്യുമെൻറ്റ് നമ്മൾ ഉൾപ്പെടുത്തുന്നത് ഹെഡ് എന്ന് പറയുന്ന ടാഗ് കഴിഞ്ഞിട്ടാണ്. ഇനി ഹെഡ് എന്ന് പറയുന്ന ടാഗ് ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ അതിനകത്ത് മറ്റൊരു ടാഗ് കൂടി നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് HTML ടാഗിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് ഹെഡ് എന്ന് പറയുന്ന ടാഗാണ്. ഹെഡ് എന്ന് പറയുന്ന ടാഗ് ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ അതിനകത്ത് ടൈറ്റിൽ എന്ന് പറയുന്ന ഒരു ടാഗ് നമ്മൾ ഉപയോഗിക്കും. ടൈറ്റിൽ എന്ന് പറയുന്ന ടാഗ് എന്ന് പറയുന്നത് ദിസ് ടാഗ് കണ്ടെയ്ൻസ് ദ ടൈറ്റിൽ ഓഫ് ദ വെബ് പേജ്. വെബ് പേജിൻ്റെ ടൈറ്റിൽ കാണുന്നത് ഈ ടൈറ്റിൽ എന്ന് പറയുന്ന ആ ടാഗിനകത്താണ്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ടൈറ്റിൽ, അതിനുശേഷം മൈ ഫസ്റ്റ് പേജ് എന്നാണ് ആ ടൈറ്റിൽ എഴുതിയേക്കുന്നത്, എന്നിട്ട് ടൈറ്റിൽ ക്ലോസ് ചെയ്യും. ഈ മൈ ഫസ്റ്റ് പേജ് എന്ന് പറയുന്ന ഇത്രയും ഭാഗം നമ്മൾ ബ്രൗസറിൽ കൂടി ഈ പേജ് കാണുമ്പോൾ ആ ബ്രൗസറിൻ്റെ ടൈറ്റിൽ ബാറിൽ നിങ്ങൾക്ക് ഈ മൈ ഫസ്റ്റ് പേജ് എന്നുള്ളത് കാണാൻ പറ്റും. അപ്പോൾ അതാണ് ടൈറ്റിൽ എന്ന് പറയുന്ന ടാഗ്. അപ്പോൾ ടൈറ്റിൽ എന്ന് പറയുന്ന ടാഗ് നമ്മൾ ഉപയോഗിക്കുന്നത് ടൈറ്റിൽ ഓഫ് ദ വെബ് പേജ്, ആൻഡ് ദിസ് ടൈറ്റിൽ വിൽ അപ്പിയർ ഓൺ ദ മെനു ബാർ, അതിൻ്റെ ടൈറ്റിൽ ബാർ, ആ ബാറിനകത്ത് നമ്മുടെ ബ്രൗസറിൻ്റെ ആ ബാറിനകത്ത് നമുക്ക് ഈ ടൈറ്റിൽ, ഈ മൈ ഫസ്റ്റ് പേജ് എന്നുള്ള ആ ടൈറ്റിൽ നമുക്ക് കാണാൻ പറ്റും.
ഇനി ടൈറ്റിൽ ടാഗ് ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്ക് ഹെഡ് ടാഗ് ക്ലോസ് ചെയ്യാം. അതായത് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ഹെഡ് എന്ന് പറയുന്ന ടാഗിനകത്താണ് ടൈറ്റിൽ എന്ന് പറയുന്നത് വരേണ്ടത്. അപ്പോൾ നമ്മൾ ഹെഡ് ടാഗ് ഇവിടെ ക്ലോസ് ചെയ്തു. ഇതിന് ശേഷമാണ് ബോഡി എന്ന് പറയുന്ന ടാഗ് നമ്മൾ ഉപയോഗിക്കുന്നത്. ബോഡി എന്ന് പറയുന്ന ടാഗ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനെന്ന് വെച്ചാൽ ദ ആക്ച്വൽ കണ്ടൻസ് ഓഫ് ദ വെബ് പേജ് കണ്ടൈൻസ് ഇൻ ദിസ് സെക്ഷൻ. അതായത് നമ്മുടെ ബോഡി ടാഗിനകത്താണ് ശരിക്കും ഒരു വെബ് പേജിനകത്ത് എന്ത് വരണം എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ എന്താണോ വരേണ്ടത് ആ ഭാഗങ്ങൾ വരേണ്ട ഭാഗമാണ് ബോഡി എന്ന് പറയുന്ന ടാഗിനകത്തുള്ളത്. അപ്പോൾ ബോഡി എന്ന് പറയുന്ന ടാഗ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങളാണ് ഒരു വെബ് പേജിനകത്ത് വരുന്നത്. അതിനുശേഷം നമ്മൾ ബോഡി ടാഗ് ക്ലോസ് ചെയ്യുന്നു. ദ ആക്ച്വൽ കണ്ടന്റ് ഓഫ് ദ വെബ് പേജ് വരുന്നത് ഏതിലാണ്? ബോഡി എന്ന് പറയുന്ന ടാഗ് കഴിഞ്ഞതിന് ശേഷമാണ്. അതിനുശേഷം നമ്മൾ ബോഡി ടാഗ് ക്ലോസ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ HTML ടാഗും ക്ലോസ് ചെയ്യുന്നു. ഇതാണ് ഒരു സാധാരണ ഒരു HTML പേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ആദ്യമേ നമ്മൾ കണ്ടു HTML ടാഗ്, അതിനുശേഷം ഹെഡ് എന്ന് പറയുന്ന ടാഗ്. ആ ഹെഡ് എന്ന് പറയുന്ന ടാഗിനുള്ളിലാണ് ടൈറ്റിലിനകത്താണ് ടൈറ്റിൽ ഓഫ് ദ വെബ് പേജ് ഉണ്ടാവുന്നത്. ടൈറ്റിൽ ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മൾ ഹെഡ് എന്ന് പറയുന്ന ടാഗ് ക്ലോസ് ചെയ്യുന്നു. അതിനുശേഷം ബോഡി എന്ന് പറയുന്ന ടാഗ്. ബോഡി എന്ന് പറയുന്ന ടാഗിനുള്ളിലാണ് ആക്ച്വൽ കണ്ടൻറ്റ്, നമ്മുടെ വെബ് പേജിനകത്ത് എന്തുണ്ടാവണം എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് ഈ ബോഡി എന്ന് പറയുന്ന ടാഗിലാണ്. അതിനുശേഷം HTMLൻ്റെ ക്ലോസിംഗ് ടാഗോടുകൂടി നമ്മുടെ പേജ് അവസാനിക്കുന്നു. ഒരു HTML ഫയൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഉബുണ്ടു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ് നമ്മൾ ആ ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നത്. HTML ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നത് ഉബുണ്ടു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് എഡിറ്റർ എടുക്കുക. ആപ്ലിക്കേഷൻ എടുക്കുന്നു, ആക്സസറീസ് എടുക്കുന്നു. ആക്സസറീസിൽ നമുക്കൊരു ടെക്സ്റ്റ് എഡിറ്റർ എടുക്കാം. അപ്പോൾ ഈ ടെക്സ്റ്റ് എഡിറ്ററിനകത്ത് നമുക്ക് HTML ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇത് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെങ്കിൽ നമുക്ക് നോട്ട് പാഡ് ഉപയോഗിക്കാം, വേർഡ് പാഡ് ഉപയോഗിക്കാം, വേർഡ് ഉപയോഗിക്കാം. ഏത് ആപ്ലിക്കേഷൻ വേണമെങ്കിലും ഉപയോഗിച്ച് നമുക്കൊരു ഡോക്യുമെൻ്റ് ടൈപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനകത്ത് HTML പേജ് ക്രിയേറ്റ് ചെയ്യാം. പക്ഷേ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, ആ ഫയലിൻ്റെ എക്സ്റ്റൻഷൻ .html ആയിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. ഇവിടെ നമ്മൾ നേരത്തെ കണ്ട ഫയൽ ഓൾറെഡി കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കതിവിടെ പേസ്റ്റ് ചെയ്യാം. സോ ഫയൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. നമുക്ക് ഫയൽ ആദ്യമേ സെലക്ട് ചെയ്യാം. ആ ഫയൽ ആ ഡോക്യുമെൻ്റ് ഒന്ന് വലുതാക്കി കാണാം. നമ്മൾ നേരത്തെ കണ്ട അതേ ഫയലാണ്. HTML ഹെഡ്, അതിനകത്ത് നമ്മൾ ടൈറ്റിൽ ഉപയോഗിച്ചു മൈ ഫസ്റ്റ് പേജ് എന്നുള്ളത്. ഇത് നമ്മുടെ ബ്രൗസറിൻ്റെ ടൈറ്റിൽ ബാറിൽ വരും. മൈ ഫസ്റ്റ് പേജ് എന്നുള്ള ടൈറ്റിൽ എന്ന ടാഗിൽ എഴുതിയിരിക്കുന്നത്. ഹെഡിങ് കഴിഞ്ഞു. ബോഡിക്കകത്തുള്ളതാണ് ശരിക്കും ബ്രൗസറിനകത്ത് വരുന്നത്. വെൽക്കം ടു ദ ഫസ്റ്റ് പേജ് എന്നാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. നമുക്ക് ഈ ഫയൽ സേവ് ചെയ്യാം. ഫയൽ സേവ് എന്ന് കൊടുക്കുന്നു. സേവ് എന്ന് കൊടുക്കുന്നത് നമുക്ക് ഡോക്യുമെൻറ്റ്സിനകത്ത് HTML എന്ന ഇതിൽ നമുക്ക് VHC എന്ന് കൊടുക്കാം. VHC.html എന്ന് കൊടുക്കാം. നമ്മൾ സേവ് ചെയ്യുന്നു. നമ്മൾ ആ ഫയൽ നമ്മൾ ആ ഫയൽ സേവ് ചെയ്തു. നമുക്ക് രണ്ട് രീതിയിൽ ഈ ഫയൽ ഓപ്പൺ ചെയ്യാം. ഒന്ന്, നമുക്ക് ബ്രൗസറിൽ പോയിട്ട് ഈ ഫയൽ സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഈ ഫയൽ എവിടെയാണോ ഉള്ളത് അവിടെ പോയി ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ബ്രൗസറിനകത്തായിരിക്കും ഓപ്പൺ ചെയ്യുന്നത്. നമുക്ക് നോക്കാം. നമ്മൾ സേവ് ചെയ്തത് ഫയൽ ഡോക്യുമെൻറ്റ്സിൽ HTML എന്ന് പറയുന്നതിനകത്ത് VHC.html. നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്ത് നോക്കാം ഫയൽ ഓപ്പൺ ആവുന്നുണ്ടോ എന്ന് നോക്കാം. അതെ, ഫയൽ ഓപ്പണായി. നമുക്കിവിടെ കാണാൻ പറ്റുന്നത് നമ്മുടെ ബോഡി ടാഗിനകത്ത് എന്താണോ എഴുതിയിരുന്നത്, വെൽക്കം ടു ദ ഫസ്റ്റ് പേജ് എന്നാണ് നമ്മൾ അതിനകത്ത് എഴുതിയിരുന്നത്. അത് അതുപോലെ തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ ടൈറ്റിൽ ബാറിൽ മൈ ഫസ്റ്റ് പേജ് എന്ന ആ മെസ്സേജും വന്നിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് ശരിക്കും ഒരു വെബ് പേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വ്യൂ ചെയ്യുന്നത് നമ്മൾ ബ്രൗസറിനകത്തായിരിക്കും. നമ്മളിവിടെ ക്രോമിയം ബ്രൗസറാണ് നമ്മളിവിടെ ഡിഫോൾട്ട് ഇട്ടേക്കുന്നത്. അത് കാരണം ആ ബ്രൗസർ വരുന്നു എന്നേ ഉള്ളൂ. ഇനി വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഒന്ന് രണ്ട് ചെറിയ അഡിഷൻസ് വരുത്തി നോക്കാം. ഇപ്പോൾ ഉദാഹരണം, നമുക്ക് ഈ കാണുന്നതിനെ നമുക്കൊന്ന് ബോൾഡ് ആക്കണമെങ്കിൽ
ബി എന്ന് പറയുന്ന ടാഗാണ് ഉപയോഗിക്കുന്നത്. നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. അത് വരുന്നുണ്ടോ എന്ന് നമുക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നമ്മൾ ബി എന്ന് പറയുന്ന ടാഗ് കൊടുക്കാം. എവിടെയാണോ നമുക്ക് ബോൾഡ് അവസാനിക്കേണ്ടത് അവിടെ നമ്മൾ ബിയുടെ ക്ലോസിംഗ് ടാഗ് കൊടുക്കുന്നു. നമ്മൾ ഫയൽ ഒരു പ്രാവശ്യം കൂടെ സേവ് ചെയ്യുന്നു. ഇനി നമുക്ക് നമ്മുടെ ബ്രൗസർ എടുക്കാം. ഇതൊന്ന് റിഫ്രഷ് ചെയ്താൽ മതി. ഇപ്പോൾ അതിൻ്റെ ബോൾഡ്നെസ് വന്നു കഴിഞ്ഞു. വെൽക്കം ടു ദ ഫസ്റ്റ് പേജ് എന്നുള്ളത് ബോൾഡായി കഴിഞ്ഞു. ഇത് കൂടാതെ നമ്മൾ അഡീഷണൽ ആയിട്ട് HR BR എന്നൊക്കെ പറഞ്ഞു. BR എന്ന് പറഞ്ഞാൽ എവിടെയാണോ നമ്മൾ BR കൊടുക്കുന്നത് ആ ഭാഗം വെച്ച് ബ്രേക്ക് ചെയ്ത് തൊട്ടടുത്ത ലൈനിലേക്ക് വരും. ഇപ്പം നമുക്ക് വെൽക്കം ടു ദ ഫസ്റ്റ് പേജ് എന്ന് നമ്മൾ എഴുതിയേക്കുന്നത് നമുക്ക് വേണമെങ്കിൽ പേജ് എന്ന് പറയുന്നത് തൊട്ടടുത്ത ലൈനിലേക്ക് വരണമെങ്കിൽ നമ്മൾ ആ ഫസ്റ്റ് കഴിഞ്ഞിട്ട് ഒരു BR കൊടുത്താൽ മതിയാവും. നമുക്കൊന്ന് നോക്കാം. ഇവിടെ അതായത് ഫസ്റ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു BR കൊടുക്കുക. BR കൊടുക്കുമ്പോൾ ഫസ്റ്റ് വെൽക്കം ടു ദ ഫസ്റ്റ് എന്ന് പറയുന്നത് വരെ ഒരു ലൈനിൽ പ്രിൻ്റ് ചെയ്യും. അതിന് ശേഷമുള്ള ഭാഗം രണ്ടാമത്തെ ലൈനിലായിരിക്കും പ്രിൻ്റ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. BR എന്ന് പറയുന്ന ടാഗ് കൊടുത്തിട്ട് നമ്മൾ ക്ലോസിംഗ് ടാഗ് കൊടുത്തില്ല. കാരണം നമ്മൾ ആദ്യമേ പറഞ്ഞു BR എന്ന് പറയുന്നത് ഒരു empty ടാഗാണ്. കാരണം അതിന് ഒരു ക്ലോസിംഗ് ടാഗ് ഇല്ല. ബാക്കിയുള്ള ടാഗുകൾക്ക് മാത്രമേ ക്ലോസിംഗ് ടാഗ് ഉള്ളൂ. അപ്പോൾ ക്ലോസിംഗ് ടാഗ് ഉള്ള ആ ടാഗുകളെ നമ്മൾ കണ്ടെയ്നർ ടാഗ് എന്നും ക്ലോസിംഗ് ടാഗ് ഇല്ലാത്തതിനെ നമ്മൾ empty ടാഗ് എന്നുമാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ BR എന്ന് പറയുന്നത് ഒരു empty ടാഗാണ്. നമുക്ക് നോക്കാം. ഈ ഫയലൊന്ന് സേവ് ചെയ്യുന്നു. നമ്മൾ വീണ്ടും ബ്രൗസർ നമ്മൾ എടുക്കുന്നു. നമുക്കൊന്ന് റിഫ്രഷ് ചെയ്യാം. വെൽക്കം ടു ദ ഫസ്റ്റ് അവിടെ വരെ നിന്നു തൊട്ടടുത്ത ലൈനിലേക്ക് പോയി. സോ ഇങ്ങനെയാണ് നമ്മളൊരു ചെറിയ വളരെ സിമ്പിളായ ഒരു HTML ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നതും അത് ബ്രൗസറിൽ കൂടെ വ്യൂ ചെയ്യുന്നത്.